സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡിയാണ്. നമ്മുടെ ത്രോട്ടിൽ ബോഡി ഇതാ ക്ലീൻ ചെയ്ത് എല്ലാം നല്ല ഈ ത്രോട്ടിൽ ബോഡിയുടെ അകത്തുനിന്ന് കിട്ടിയ അഴുക്കാണ്. NSന്റെ ചേസ് അവിടെ പെയിന്റ് അടിച്ച് വെച്ചേക്കാട്ട, അത് എടുക്കാനായിട്ട് പോവുകയാണ്. അതൊക്കെ മൊത്തം നമ്മുടെ ബ്രേക്ക് ലീവർ ഫുൾ ടെസ്റ്റ്. അപ്പോൾ അടുത്ത എഞ്ചിനിൻ്റെ അവസ്ഥ നോക്കിയാണ്. ഓ സെറ്റ്, ഇതിപ്പോൾ ഫുൾ അഴിച്ച് പണിയേണ്ടി വരുന്നു. ഓക്കെ പോട്ടോ, ടാറ്റാ. ഓക്കെ യെസ്. അപ്പോൾ ഇന്നലെ ആസിയത്തോൻ്റെ വീട്ടിൽ വന്ന് ഇന്ന് രാവിലെ വണ്ടി എടുത്തുകൊണ്ടപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതിൻ്റെ ഡ്യൂക്കിൽ ആദ്യം സെറ്റ് ചെയ്യുന്ന ടൈൽ ടൈഡിയാണ്. നമുക്ക് ടൈൽ ടൈഡി വണ്ടിയിൽ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ സ്റ്റോക്ക് ടൈല് ഒരു കുഴപ്പമില്ല, എന്നാലും ഇത് കയറ്റുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടൈൽ ടൈഡി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു വൈസർ പൊട്ടിയിരിക്കുകയല്ലേ, ഫ്രണ്ട് വൈസർ കണ്ടില്ലേ. എനിക്ക് പാർട്ട് വൈസർ കയറ്റണമെന്നുണ്ട്, പക്ഷേ പാർട്ട് വൈസർ കയറ്റുമ്പോൾ ഈ രണ്ട് കണ്ണുകൾ അങ്ങ് മറഞ്ഞു പോവും. പിന്നെ അതിൻ്റെ റെഗുലേറ്റർ കാണാൻ സെറ്റ് ചെയ്യണം. പിന്നെ ഈ DRൽ നമുക്ക് ഒരു മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പാർട്ട് വൈസിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് DRൽ കൂടെ വയ്ക്കണം കേട്ടോ. എന്നാലും ഈ രണ്ട് കണ്ണുകൾ പോവും. അപ്പം എന്തായാലും ഒരു വൈസർ എടുക്കണം. അപ്പോൾ പാർട്ട് വൈസർ എടുക്കണം, സ്റ്റോക്ക് വൈസർ എടുക്കണമെന്നാണ് ഞാൻ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നത്. പാർട്ട് വൈസറാണെങ്കിൽ നമ്മൾ NSGL ഇതിൻ്റെ ഒറിജിനൽ പാർട്ട് ഇരിപ്പുണ്ട്. ഏകദേശം 10K ആണ് അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ കോപ്പി അടുത്ത ആഴ്ച വരത്തുള്ളതെന്ന് പറഞ്ഞ് പാർട്ട് വൈസറിൻ്റെ. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വൈസർ തന്നെ ഞാൻ വാങ്ങിക്കണം. സ്റ്റോക്ക് വൈസറിന് ഏകദേശം 2000 രൂപ റേറ്റാണ്. ഈ കളറല്ല, ഇത് മാറ്റ് സ്റ്റിക്കർ അടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. സ്റ്റോക്ക് വൈസർ ആകുമ്പോൾ ട്രാൻസ്പെറൻറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈസറും സെറ്റ് ചെയ്യണം, ഈ ഒരു ടൈൽ ടൈഡി സെറ്റ് ചെയ്യണം. പിന്നെ വണ്ടിയുടെ ഒരു ജനറൽ സർവീസും ചെയ്യണം കേട്ടോ. അത് ഓയിൽ ചേഞ്ച്, ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനത്തെ ഒരു സംഭവം. അതാ ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ കണ്ടില്ലേ, കാണാൻ പറ്റുന്നോ? ഇത് കണ്ടോ, ഇത് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ ഫിൽറ്റർ ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട്. അത് ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത് വണ്ടി വാഷ് ചെയ്യാൻ നേരത്ത്. അത് പൊട്ടിയിരിക്കുകയാണ്. അത് എന്തെങ്കിലും ചെയ്ത് ഒട്ടിക്കാൻ പറ്റുമോ നോക്കണം, അല്ലെങ്കിൽ ആ ഫിൽറ്റർ ബോക്സോടെ നമുക്ക് മാറേണ്ടി വരും കേട്ടോ. അത്ര ഓയിൽ മയോ അതെ. ഓക്കെ, അതേ ഉള്ളൊരു സീനായിട്ട് നമുക്കപ്പം കൊണ്ടുപോയി ടൈൽ ടൈഡി തന്നെ ആദ്യം സെറ്റ് ചെയ്യാം. എന്തോതാ ആ സ്റ്റിക്കറാ DRൽ ടൈൽ ടൈഡി കൊണ്ട് വീട്ടിൽ പഴയ ടൈൽ ടൈഡി ഇറപ്പുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം പണി തുടങ്ങാം. അടിയുണ്ടല്ലേ? ഓ സെറ്റ്, സിംഗാപുഷ് കംപ്ലീറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങാനായിട്ട് പോകാൻ കേട്ടോ. ആദ്യം നമുക്ക് എന്തിളക്കാം, ടൈൽ ടൈഡി സെറ്റ് ചെയ്യാനല്ലേ ഐസർ. ഫുൾ ഇളക്കാം, വണ്ടിയുടെ ബോഡി പാർട്സ് ഫുൾ ഇളക്കാം. ചേസ് നമ്പറൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഫുൾ ഇളക്കി എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും ഓയിൽ ചേഞ്ചും കൂളൻ്റൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതൊക്കെ ഒന്ന് റീഫില്ല് അല്ലെങ്കിൽ ഫുൾ ഊറ്റിക്കളഞ്ഞ് പുതിയത് കഴിക്കണം. സൈഡ് പീസ് കളക്കിയപ്പോൾ വേട്ടാളിനെ കൂടി വെച്ചിരിക്കുന്നു. അകത്തും വേട്ടാളിനെ കൊണ്ട് കേട്ടാ. ഏതാ വേട്ടാളിയിലല്ലേ? ഓ വലിയ വേട്ടാളി കടന്നില്ല. ഓക്കെ, അപ്പോൾ കിറ്റൊക്കെ സംഭവം പൊളിയാണ്. ഈ വൈസർ പൊട്ടിയപ്പോഴേതാണ് ഇവിടുത്തെ ഒരു ലോക്കിന് ചെറിയ പൊട്ടൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വൈബ്രേഷൻ ഇനി കിട്ടില്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് ഒട്ടിച്ചെങ്ങനെ വെച്ച് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി ഇത്രയും വലിയൊരു പീസ് വാങ്ങിക്കാൻ വയ്യ, അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. വണ്ടിയുടെ സീറ്റ് കവളൊക്കെ ഇറക്കി ഇവിടെയൊക്കെ നല്ല പൊടിയായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുക. തുടച്ച് അതൊക്കെ കണ്ടില്ലേ, തുടച്ച് ബ്ലാക്കിലോട്ട് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഫുള്ള്. ഞാൻ വണ്ടിയുടെ കിട്ടുന്ന KTMൽ എൻ്റെ ടൂൾസാണ്. BS3 വണ്ടിയിലൊക്കെയാണ് കേട്ടോ. എൻ്റെ വണ്ടിയിൽ പോലും ഇതൊന്നുമില്ല. ഞാനൊക്കെ ഒരു എവിടെ കളഞ്ഞെന്നാണ്, എല്ലാം അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ, ഫുള്ള് അഴിച്ചൊന്ന് ക്ലീനപ്പ് ആക്കി എടുക്കാം. അടിയിലും വേട്ടാളി ഞാൻ കുറേ കളി കളിച്ചല്ലേ അടിയിൽ. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ, വേട്ടാളിയും വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡിയാണ്. വണ്ടിക്ക് വേറെ മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇളക്കിയില്ലേ, കുറച്ച് കരടൊക്കെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്രോൾ ഇട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ ഫിൽറ്റർ ബോക്സ് ഇളക്കിയെടുത്ത് ഇതൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടാണ്, വെള്ളം പോണതാണ്, വെള്ളത്തിട്ട് വാഷൊക്കെ ചെയ്തതാണ് കേട്ടോ. അത് തുടച്ച് സെറ്റാക്കി എടുക്കണം. മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ മാത്രമേ ചെറിയൊരു പൊട്ടലുള്ളൂ, അത് നമുക്ക് MCയിൽ തന്നെ ഒട്ടിക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് വേണ്ടി പുതിയ മാറേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ത്രോട്ട് ബോഡിയൊക്കെ പിന്നെ പെട്രോളൊക്കെ ഇട്ട് ഫുള്ളൊന്ന് ക്ലീനപ്പാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, വണ്ടി ഇന്ന്
വണ്ടി ഇന്ന് സെറ്റാവും. ഇതിന് എങ്ങനെ വണ്ടി എങ്ങനെ ഉണ്ട്? ഇതിന് സെറ്റല്ലേ? വണ്ടി പൊളിക്കുന്നത്. അപ്പോൾ നമ്മളാ സ്പാർക്ക് പ്ലഗും സീനില്ല. പക്ഷേ കമ്പനി സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുത്ത് പണയെ കളയും. നമ്മൾ പുതിയ ഏരിയ സ്പാർക്ക് പ്ലഗ് ആയിട്ട് ബോഷിൻ്റെ സ്പാർക്ക് പ്ലഗാണ്. എന്നും പ്രശ്നമുണ്ട്, ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം പോലും. എനിക്കിപ്പം എടുത്ത പാടെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. വേറെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ നമുക്ക് കുറച്ച് കണ്ടീഷനായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഒരു സംതൃപ്തി അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഒന്ന് റീപ്ലേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കണം, എല്ലാം ഒന്ന് ക്ലീനപ്പ് ആക്കണം, എല്ലാം തിരിച്ച് തെറ്റാണ്. ഈ സ്പാർക്ക് പ്ലഗും വൈസറും ടൈൽറ്റടി ഇത് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ത്രോട്ടിൽ ബോഡി അപ്പോൾ ഫുള്ള് ഒന്ന് അടിച്ച് ക്ലീനപ്പ് ആക്കാൻ നോക്കിയാണ് കേട്ടോ. ത്രോട്ടിൽ ബോഡി ക്ലീനറുണ്ട്, ചെയിൻ ക്ലീനറുണ്ട്. പുറമെ ക്ലീനറിട്ട് ക്ലീൻ ആക്കിയിട്ട് ആകുമ്പോൾ നമുക്ക് ത്രോട്ടിൽ ബോഡി ക്ലീനറിട്ട് ക്ലീൻ ആക്കാം. അപ്പോൾ നമ്മൾ ആ ത്രോട്ട് ബോഡി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉൾഭാഗം നോക്കിയേ പക്ക ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഉൾഭാഗം മാത്രം, ഉൾഭാഗവും പുറഭാഗവും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ഈ ക്ലാവാണ്, അത് ഇനി പോകത്തില്ല. മാക്സിമം എല്ലാം ഉരച്ച് തേച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ അഴുക്കാണ് ഈ ത്രോട്ട് ബോഡിയുടെ അകത്തുനിന്ന് കിട്ടിയ അഴുക്കാണ്. ഇതെന്തായാലും ഇളക്കി ക്ലീൻ ചെയ്യാൻ തോന്നിയ ഭാഗ്യമായി കേട്ടോ. എന്തായാലും വണ്ടിക്ക് ചെറിയ രീതിയിലുള്ള പവറിൻ്റെ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. ഇത് എത്ര അതിൻ്റെ ഓരോ വാൽവും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇളക്കി ക്ലീൻ ചെയ്താൽ അത് കണ്ടിട്ട് ഇത്രയും അഴുക്കാണ് ഇതിൻ്റെ അത് ഇരുന്നത്. ഓക്കെ, സാധനം സെറ്റായി. ചേസ് നമ്പറിൻ്റെ അവിടുത്തെ ഒരു ജെല്ലിൻ്റെ സ്റ്റിക്കറുണ്ട്, അതൊക്കെ ഒന്ന് ഇളക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. പയ്യെ ചുരണ്ടി ഇളക്കി ഇപ്പോൾ ലെറ്ററും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരേ ലെവലിലാണ് എല്ലാ ലെറ്ററും പോയിരിക്കുന്നത്. ഇതേ കണക്കാണ് കാണേണ്ട. ചേസ് നമ്പർ ഇതേപോലെയാണ് വരേണ്ട. ഒന്ന് കർണാടക പോയി എടുത്ത വണ്ടിയുടെ ചേസ് നമ്പർ കാണുന്നത് ടി താഴെ വി മുകളിൽ വി താഴെ അങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നതാണ്. അതൊക്കെ ഒന്ന് പയ്യെ ക്ലീനപ്പാക്കി എടുക്കട്ടെ. ഒന്ന് കഴുകി തുടച്ചെടുത്തപ്പോൾ സാധനമൊക്കെ അതാ പക്ക ക്ലീനായിട്ട് കാണുന്നത് കേട്ടോ. സെറ്റ് ഇതേപോലെ ഇരിക്കണം. അപ്പോൾ ചേസ് നമ്പർ വണ്ടി പോയാൽ നമ്മൾ റാമ്പിൻ്റെ പുറത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് അണ്ടർബെല്ലും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് കൂളൻ്റ് ഇതാപ്പം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് കിടന്നുണ്ട്. കൂളൻ്റൊക്കെ ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഫുള്ള് ഞാൻ പറഞ്ഞില്ല, പഴയ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പുതുതായിട്ടുള്ളൊരു സംഭവം എല്ലാം അതിൻ്റെ അത് സെറ്റാക്കിയാണ് കേട്ടോ. ഓയിലും മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിലും. ഓക്കെ, അപ്പോൾ അടുത്ത എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ നോക്കിയാണ് കേട്ടോ. കുഴപ്പമില്ലല്ലേ ഓയിൽ? ഓക്കെ, റെഡ് കളർ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഓയിൽ വലിയ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നാ. ഓക്കെ, എല്ലാം പക്കയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇതിനിങ്ങനെയാണോ വരുന്നത്? ഓ, ഡ്യൂക്കിനോട് ചെറിയൊരു അലങ്കിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്ട്രെയിനർ കൂടെ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ആർ സിക്ക് ഇങ്ങനെ ഡ്യൂക്കിനും വരും, പക്ഷേ ആർ സിക്ക് ഇവിടെ ബോൾട്ടാണല്ലേ? അത് എത്ര ഉണ്ട്? 14 13ൻ്റെ ബോൾട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. അലങ്കിയും വരും അല്ലേ? ഓക്കെ, ഇത് ഇളക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. BS6 എക്സോസ്റ്റ് അടി കൂടി പോരുന്നതുകൊണ്ട് ഇത് കിളക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ആർ സിക്ക് നമുക്ക് ഈ 2 സ്ട്രെയിനർ ഊറ്റി ഓയിൽ അപ്പം ഊറ്റി എടുത്തിട്ടുണ്ട്. ഈ ബോൾട്ടൊക്കെ അടിച്ച് അതാ എഞ്ചിൻ ഓയിൽ ഒഴിക്കാനായിട്ട് പോയവന് 10W50 1.7 ആണ് കേട്ടോ. 390 ഓയിലാണ് 1.7. 1.7 അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല, ഇവിടെ ഉണ്ട് കേട്ടോ 1.7. എല്ലായിടത്തും 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെ പിന്നെ ഒരു 1 ലിറ്ററിൻ്റെ പൊട്ടിച്ചിട്ടാണ് അങ്ങനെ ഒഴിക്കുക. 1.7 എന്ന് പറഞ്ഞാൽ 390ക്ക് മാത്രം വരുന്ന ഓയിലാണ്. ഓക്കെ, ഫിൽറ്ററൊക്കെ ഓയിലിൽ കുത്തിത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനും കൂടെ അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ കഴിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. കൊല്ലം വരെ ഒന്ന് പോകണം. അതായത് നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്ക് വൈസർ തന്നെ നോക്കണം, റേറ്റ് എങ്ങനെയാണ് നോക്കണം കേട്ടോ. അതുകൂടാതെ നമ്മുടെ NSൻ്റെ ചേസ് അവിടെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കാട്ടോ, അത് എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒരു ദിവസം 2 വണ്ടിയുടെ വർക്കല്ലേ ഒരുമിച്ച്. ഇന്ന് വർക്കൊന്നുമില്ല, ചേസും സ്വിങ്ങാമ്പും മാത്രം അടിച്ച് വെച്ചേക്കാണ്. അത് എടുത്തുകൊണ്ട് വരണം. ബാക്കി ബോഡി പാർട്സൊക്കെ വേറെ ദിവസം പോയി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ KTMൻ്റെ ഷോറൂമിലായിട്ടാണ് വന്നിരിക്കുന്നത്. RCയുടെ കുറച്ച് സംഭവങ്ങൾ എടുക്കാറുണ്ട്, അതായത് വൈസറിൻ്റെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1895 കേട്ടോ റേറ്റ് വരുന്നത് ഈ സാധനം. വൈസറും പിന്നെ അതിൻ്റെ ഗിയറിൻ്റെ ലിവറിന് ബെൻഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്ലച്ച് കേബിൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വണ്ടി കയറ്റി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് റൈസ് മോട്ടോയിൽ പോവാം. നമ്മൾ ചേസ് എടുക്കാം. ചേസിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അത് ചെന്നിട്ട് കാണാം. നമ്മുടെ എഞ്ചിൻ എന്താ ഫുള്ള് പ്രൈമർ അടിച്ച് എല്ലാം തേച്ച് പ്രൈമറൊക്കെ അടിച്ച് വെച്ചേക്കാണ് കേട്ടോ. പെയിൻറ്റിങ് കൂടെ അടിച്ചാൽ മാത്രമേ. ഓ ഓ ഓ ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, സ്വിങ്ങാമ്പ് റെഡി ആയിട്ട് ഇത് മാറ്റ് ഫിനിഷിലാണ് കേട്ടോ. ഈ ഒരു സ്വിങ്ങാമ്പ് സെറ്റ് ചെയ്ത് ചെയ്യുന്ന അതും സെറ്റ് നല്ല ക്ലീനാക്കി തുരുമ്പൊക്കെ ഇപ്പോൾ ചെയ്ത സാധനമാണ്. അതൊക്കെ നല്ല ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ബ്രേക്ക് ലിവർ, ഫുഡ് റെസ്റ്റിൻ്റെ പീസ്, ടൈല്, ആ റേഡിയേറ്ററിൻ്റെ അവിടെ ഇടുന്ന ക്ലാമ്പുകളൊക്കെ ഉണ്ടോ എല്ലാം അടിച്ചിങ്ങനെ തൂക്കി ഇട്ടേക്കുക. ഗിയറിൻ്റെ ലിവർ എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതൊന്ന് രാവിലത്തേക്ക് അടിച്ചോളൂ അല്ലേ? ഇപ്പോൾ കൊണ്ടുപോകാൻ ടാസ്ക് ആയിരിക്കും.
ഓക്കെ, സാധനം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടില്ല കേട്ടോ. കാണോ? ആ ഉണങ്ങിയല്ലേ? അപ്പോൾ കൊണ്ടുപോകല്ലേ? ഓക്കെ, അപ്പം ഇതും കൂടെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ആ ബേക്ക് വീലും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് മെറ്റാലിക്കിട്ട് അടിച്ചേക്കുന്ന ഫ്രണ്ട് വീൽ ആയിട്ടില്ല കേട്ടോ, അത് നമുക്ക് നാളെ മറ്റന്നാളെ എടുക്കാം. ബാക്കി വരുന്ന ബ്ലാക്ക് പീസൊക്കെ കേട്ടോ, അതായത് ടോപ്പ് ലൈറ്റ്, ഫോർക്ക്, ഹാൻഡിൽ എൻ്റെ അല്ലേ, കാലിപ്പർ, ടീ സ്റ്റമ്പ്, അങ്ങനെ സാധനമല്ല. അതെൻ്റെ വേറെ. ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് ഇത് ഉണങ്ങിയില്ലേ ബ്രോ? എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പീസ് ഉണങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ചെയ്സാണ്. ഇത് നമ്മൾ ക്ലിറ്റൊക്കെ ചേർത്താണ് അടിച്ചേക്കുന്നത്. ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഫുള്ള് ചെയ്സ് അടപടലം ക്ലിറ്റിട്ടാണ് കേട്ടോ അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി കൊണ്ടുപോകാം. ഓക്കെ, എല്ലാ സാധനവും പൊതിഞ്ഞ് കെട്ടി പീസായിട്ട് മാറ്റി വെച്ച് കൊണ്ടുപോയത് കേട്ടോ. ഞാൻ ശിങ്കാമി ചെയ്സ് മാത്രമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഫുൾ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം ഒരു ബോക്സിലോട്ടാക്കി വെച്ചേക്കുന്നത്. വണ്ടി നിറച്ച്. അപ്പോൾ NSൻ്റെ പകുതി NS ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് വീല് ചെയ്സ്, ഫ്രണ്ട് വീല്, എൻജിൻ, ബോഡി കിറ്റ്, അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ ഇനി. ഓക്കെ, തിരിച്ച് കടയെത്തി സാധനം എല്ലാം ഇറക്കാൻ പോവാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ NSൻ്റെ സാധനമൊക്കെ കടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കി സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടർന്ന് വേറെ എപ്പിസോഡായിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ RC390യുടെ വർക്ക് ഫുള്ള് ഇന്നലെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട് വൈസർ സ്റ്റോക്ക് ആക്കിയപ്പോൾ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു പുത്തൻ ലുക്കാണ്. പിന്നെ അതാ ഇവിടെ 2 റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലിക്കറിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കുള്ള ജനറൽ സർവീസാണ് ഇത്. വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ്, എഞ്ചിൻ ഓയിൽ, കൂളൻ്റ് ഇതെല്ലാം മാറ്റിയിട്ട് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി ആദ്യം ഓടിക്കുന്നതൊക്കെ കാട്ടി നല്ല കിട്ടില്ല പവർ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ചുമ്മാ അറിയില്ല, സീരിയസ് ആയിട്ട് നല്ല പവർ വ്യത്യാസം ഇപ്പോൾ വണ്ടിക്കുണ്ട്. ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇളക്കി എല്ലാവരും റീസെറ്റ് ചെയ്തപ്പോൾ കേട്ടോ വണ്ടി. ഇത് കൂടാതെ തന്നെ വേറൊരു ചെറിയൊരു വർക്കും കൂടെ വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ടോ എന്താണ് ചെയ്തതെന്നുള്ളത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. എന്തായാലും വണ്ടി പ്രാന്തന്മാർക്ക് അത് കറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ ഒരു ഭാഗത്ത് നോക്കാൻ നേരത്ത് വണ്ടിക്ക് വന്ന ഒരു പുതിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. കണ്ടുപിടിച്ചെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ. അയ്യോ ചരല്, എൻ്റെ മോനെ വിഷയമാണ് കേട്ടോ, വിഷയം. കട്ട് ഓഫൊക്കെ ആവുന്നത് കണ്ണടച്ച് തുറക്കുന്നപ്പോൾ വണ്ടി കട്ട് ഓഫ് ആവും. ഇവിടെ ABS ഫെയിലിയറാണ്. അപ്പോൾ അത് നമുക്ക് നാളെ ഷോമിൽ കൊണ്ട് കാണിക്കണം കേട്ടോ. അതായത് OBD മെഷീൻ ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. വണ്ടിയുടെ ജനറൽ സർവീസ് പവർ നിങ്ങൾ കണ്ടില്ലേ, വിഷയം പവർ. ഇപ്പോൾ വണ്ടി പക്ക ഒരു ന്യൂ ബൈക്ക് ഓടിക്കുന്ന നടക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനിയുള്ളത് വണ്ടിയുടെ സ്വിംഗ് ബുഷിൻ്റെ കംപ്ലൈൻറ്റ്, ഫ്രണ്ടിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.